നമസ്കാരം. ഇന്ത്യൻ നാവികസേനയുടെ റേംപേജ് മിസൈലുകൾ ഇപ്പോൾ തരംഗമാവുകയാണ്. സേനയ്ക്ക് ഒരു വലിയ ഊർജം എന്ന നിലയിൽ ഒരു വലിയ വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സ് 250 കിലോമീറ്റർ ലക്ഷ്യസ്ഥാനത്ത് ആക്രമിക്കാൻ കഴിയുന്ന റാംപേജ് ലോങ് റേഞ്ച് സൂപ്പർസോണിക് എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയിലെ ഹൈ സ്പീഡ് ലോ ഡ്രാഗ് മാർക്ക് 2 മിസൈൽ എന്നറിയപ്പെടുന്ന മിസൈൽ അടുത്തിടെ ഇറാനിയൻ ലക്ഷ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ ഇസ്രായേൽ വ്യോമസേന വലിയ രീതിയിൽ ഉപയോഗിച്ചതായിട്ടും റിപ്പോർട്ടുണ്ട്. ജാഗ്വാർ യുദ്ധവിമാനങ്ങൾക്കൊപ്പം Su-30 MKI MiG-29 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ റഷ്യൻ വംശജരായ വിമാന കമ്പനിയിൽ ഇന്ത്യൻ വ്യോമസേന റാംപേജ് ഉൾപ്പെടുത്തിയതായിട്ടാണ് പ്രതിരോധ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇന്ത്യൻ യുദ്ധവിമാന പൈലറ്റുമാർക്ക് ആശയവിനിമയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ റഡാർ സ്റ്റേഷനുകൾ പോലുള്ള ലക്ഷ്യങ്ങളിൽ ഇടപഴകാനുള്ള ഓപ്ഷൻ ഈ സ്റ്റാൻഡ് ഓഫ് ആയുധം നൽകുമെന്ന് പറയുന്നുണ്ട്. 2020 ചൈനയുമായുള്ള തർക്കം ആരംഭിച്ചതിന് ശേഷം നിർണായക ആയുധങ്ങളും ഉപകരണങ്ങളും സജ്ജീകരിക്കാൻ പ്രതിരോധ മന്ത്രാലയം സായുധ സേനയ്ക്ക് നൽകിയ അടിയന്തര അധികാരത്തിന്റെ ഭാഗമായിരുന്നു സംഭരണം. 2019 ബലാക്കോട്ട് വ്യോമാക്രമണത്തിൽ ഉപയോഗിച്ച സ്പൈസ് 2000 വിമാനങ്ങളെക്കാൾ ദൂരപരിധി ഈ മിസൈലുകൾക്കുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിൽ റാംപേജ് നിർമ്മിച്ച് വലിയ തോതിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന് ഇന്ത്യൻ വ്യോമസേനയും ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. 400 കിലോമീറ്ററിലധികം സ്ട്രൈക്ക് റേഞ്ച് ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെ ഒന്നിലധികം ദീർഘദൂര എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ തൊടുക്കാൻ കഴിയുന്ന റഷ്യൻ എയർക്രാഫ്റ്റ് ഫ്ലീറ്റിന് റാംപേജിന്റെ ഇൻഡക്ഷനും സംയോജനവും വലിയ ഉത്തേജനം നൽകുമെന്നും പറയുന്നുണ്ട്. ഇതിനോടകം തന്നെ ഇന്ത്യ തന്ത്രപരമായ പല മിസൈലുകളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേന അടുത്തിടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ പ്രദേശത്ത് റോക്സ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ മെയ്സ് 2 മിസൈൽ പരീക്ഷിച്ചിരുന്നു. 2 ആഴ്ച മുമ്പ് നടന്ന ഈ പരീക്ഷണത്തിൽ ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായിട്ട് ലക്ഷ്യത്തിലെത്തിയിരുന്നു. അതുപോലെ ധാരാളം പരീക്ഷണ നിരീക്ഷണങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ട്. അപ്പോൾ തന്ത്രപരമായ പ്രാധാന്യമുള്ള ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യയുടെ മിസൈൽ സംവിധാനത്തിൽ മിസൈലുകളിൽ ഉൾപ്പെടുന്നു എന്നത് എടുത്തു പറയണം. ഈ മിസൈലുകൾ സ്വാതന്ത്ര്യാനന്തരം വിവിധ മിസൈൽ പ്രോഗ്രാമുകളിലൂടെയാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഏറ്റവും പ്രധാനപ്പെട്ടതും വിജയകരവുമായ ഒന്നാണ്. അപ്പോൾ ഇന്ത്യയിലെ മിസൈൽ സംവിധാനങ്ങളുടെ വികസനം ഏഷ്യ പസഫിക് മേഖലയിൽ ശക്തിയുടെ സന്തുലിതാവസ്ഥയും അതുപോലെ തന്ത്രപരമായ സ്ഥിരതയും നിലനിർത്താനും മഹത്തായ ശക്തി പദവി കൈവരിക്കുവാനുമുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് ധാരാളം മിസൈലുകളുണ്ട്. പൃഥ്വി, ആകാശ്, അഗ്നി, ബ്രഹ്മോസ്, സാഗരിക ഇങ്ങനെ ധാരാളം വമ്പന്മാർ ഇന്ത്യൻ ആവനാഴിയിലുണ്ട്. ഇത് ഭൗമ രാഷ്ട്രീയ വെല്ലുവിളികളെയും ശത്രുരാജ്യങ്ങളുടെ ഭീഷണികളെയും ഒക്കെ നേരിടാൻ നമുക്ക് ഉതകുന്നുണ്ട്. അതിനായിട്ട് വികസിപ്പിച്ചെടുത്ത മിസൈലുകളുമാണ് ഇത്. അപ്പോൾ ഏത് സംഘടന സാഹചര്യത്തിലും ആക്രമണാത്മകവും പ്രതിരോധപരവുമായ കഴിവുകൾ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇവയുടെ ഒക്കെ ലക്ഷ്യം. ഇന്ത്യയുടെ മിസൈൽ സംവിധാനങ്ങളുടെ സവിശേഷതകൾ എടുത്തു പറയേണ്ടവയാണ്. തദ്ദേശീയ സാങ്കേതിക വിദ്യ, ദ്രുത പ്രതികരണ ശേഷി, ഉയർന്ന കൃത്യത എന്നിവയൊക്കെ നമ്മുടെ മിസൈലുകളുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. മുഖമുദ്ര എന്ന് വേണമെങ്കിലും പറയാം. കൃത്യത കൈവരിക്കുന്നതിന് ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റങ്ങൾ, സാറ്റലൈറ്റ് നാവിഗേഷൻ, റഡാർ, ഓപ്റ്റിക്കൽ സീക്കറുകൾ തുടങ്ങിയ നൂതന മാർഗനിർദ്ദേശ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയുടെ മിസൈലുകളിലുണ്ട്. ഇന്ത്യയുടെ മിക്ക മിസൈലുകളും ഖര ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അവയ്ക്ക് ദ്രുത പ്രതികരണ ശേഷി നൽകും. കുറഞ്ഞ തയ്യാറെടുപ്പും വിക്ഷേപണ സമയവും വേഗത്തിലുള്ള പ്രതികരണത്തിനായിട്ട് സായുധ സേനയ്ക്ക് ഇത് വഴക്കം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ശക്തമായ തദ്ദേശീയ പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ ഇന്ത്യൻ മിസൈലുകൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ വിപുലമായ ശ്രേണികളും കനത്ത വാർഹെഡുകളും നൽകുന്നുണ്ട്. സൂപ്പർസോണിക് വേഗതയുള്ള ബ്രഹ്മോസ് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും മാരകമായ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ്. അപ്പോൾ ഇന്ത്യയുടെ മിസൈൽ ശേഖരം, ഇന്ത്യയിലെ വിവിധ തരം മിസൈലുകൾ വലിയ പ്രാധാന്യവും ശ്രദ്ധയും നേടുന്നുണ്ട്. ഇന്ത്യയുടെ നിലവിലെ മിസൈൽ കഴിവുകൾ പരമ്പരാഗത സൈനിക സന്നദ്ധത ശക്തിപ്പെടുത്തുന്നതിനും വിശ്വസനീയമായ പ്രതിരോധം നൽകുന്നതിനും ഭൗമ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് ദേശീയ താൽപര്യങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും സഹായിക്കുന്നുണ്ട് എന്നത് എടുത്തു പറയണം. അപ്പോൾ ഇന്ത്യൻ ആവനാഴിയിലുള്ള മിസൈൽ ശേഖരങ്ങൾ, മറ്റ് ആയുധങ്ങൾ ഇതൊക്കെ വലിയ പ്രതിരോധം തന്നെയാണ് തീർക്കുന്നത്. രാജ്യസുരക്ഷയ്ക്ക് ഇതൊക്കെ അനിവാര്യമായ കാര്യങ്ങളുമാണ്. അപ്പോൾ ശത്രുക്കളെ തുരത്തി ഓടിക്കുവാനായി ഇന്ത്യക്ക് ധാരാളം ആയുധങ്ങളുണ്ട്. ഇന്ത്യയുടെ മിസൈൽ ശേഖരങ്ങളും ഏറ്റവും മുൻപന്തിയിൽ തന്നെയുണ്ട്. പുതിയ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും പുതിയ കൂട്ടിച്ചേർക്കലുകളും ഒക്കെ നടത്തി ഇന്ത്യ ശക്തമായ പ്രതിരോധ കവചം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കൂടുതൽ സുരക്ഷയിലേക്ക്, വിപുലമായ നീക്കങ്ങളിലേക്ക് രാജ്യത്തെ എത്തിക്കാൻ ശക്തമായ പ്രതിരോധം സഹായിക്കും എന്നതും എടുത്തു പറയണം.